ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ രണ്ട് സംഭവങ്ങളായിട്ടാണ്. വേസ്റ്റ് മെറ്റീരിയലാണ്. ഇത് കടായ ബൾബാണ്, പിന്നെ ഇത് ഗമ്മ തരുന്ന ഫെബിക്കോളിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമ്മളിന്നൊരു കുട്ടി ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതെങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആക്കി മാറ്റിയെടുക്കാൻ നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതിനാണ്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ നിന്നുള്ള പണി എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പം അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ബൾബ് കയ്യിലെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലത്തെ ആ ഒരു ലിഡ് പോലെ ഇരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, മേലത്തെ ആ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് ജസ്റ്റ് എടുത്ത് കളയണം. ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ട് ഞാൻ ഇതേപോലെ മേലോട്ടേക്കൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ഇളകി പോരുന്നുണ്ടായിരുന്നു. ഈസി ആയിട്ട് ഇളക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ബൾബിൻ്റെ മേലത്തെ ആ ഒരു മുട്ട പോലെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കൂടെ ഞാൻ തൽക്കാലം ഇളക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ആവശ്യമില്ല, കാരണം നമുക്ക് അത്യാവശ്യം വെയിറ്റ് വേണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ എന്ന് കരുതി ഞാൻ ക്ലോസ് തന്നെ വെച്ചു. പിന്നെ നമ്മൾ നേരെ ഫെവിക്കോളിൻ്റെ ആ ഒരു ബോട്ടിലുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ബോട്ടിലെടുത്തു. അതിൻ്റെ മേലെ ആ ഒരു സ്റ്റിക്കർ വരുന്ന ഭാഗങ്ങളൊക്കെ അതൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു. അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് പോരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ആ ഒരു അടിഭാഗം ഉണ്ടല്ലോ, ആ ഒരു ബോട്ടിൻ്റെ അടിഭാഗത്തുള്ള ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ്. അവിടെ ഒരു ഓപ്പണിംഗ് പോലെ കൊടുക്കുകയാണ് നമ്മൾ. ഇത് വെച്ചിട്ട് നമ്മളൊരു ഫ്ലവർ ബേസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ വരുന്നൊരു ഭാഗമാണല്ലോ, അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബൾബിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ കുറച്ച് ചെറിയ ചെറിയ പീസുകളുണ്ടായിരുന്നു. ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ചെറിയ പീസുകളാണ്, അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് കത്തി കൊണ്ട് വെച്ച് അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുന്ന ടൈമിൽ അത് ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതേപോലെയാണ് ഈ ഒരു ബോട്ടിൽ നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ആ ഒരു മുകളിലത്തെ ആ ഒരു ബോട്ടിലിൻ്റെ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, അത് ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി കൊടുക്കുക. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു മൂടിയും കൂടെ എടുത്തിട്ടുണ്ട്, വേറൊരു ബോട്ടിലിൻ്റെ മൂടിയാണ്. ഈ ഒരു മൂടിയും കൂടെ നമുക്ക് ഈ ഒരു ബൾബിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഒരു മൂടിയിൽ ഇതേപോലെ ഗ്ലൂ ഗൺ ആക്കി കൊടുത്തു. എന്നിട്ട് ആ ഒരു ബൾബിൻ്റെ അടിയിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തു. ഈ ഒരു ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ഫെവിക്കോളിൻ്റെ ബോട്ടിലും കൂടെ ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ബൾബിൻ്റെ ഓപ്പൺ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ഗ്ലൂ ഗൺ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇതേപോലെ ഇത് കടത്തി കൊടുക്കുകയാണ്. ജസ്റ്റ് ഫെവിക്കോളിൻ്റെ ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മൾ ഓപ്പൺ ഇട്ട ഭാഗമല്ല, നേരെ ഓപ്പോസിറ്റ് ഭാഗം, ഓൾറെഡി ഓപ്പൺ ഉള്ള ഭാഗം, ആ ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു ബൾബിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഗ്ലൂ ഗൺ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു, കാരണം അത് ഇളക്കി പോരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് അത് ഇളക്കി പോരാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ നമ്മൾ ഇതേപോലെ ഗ്ലൂ ഗണ്ണൊക്കെ ആക്കി കൊടുത്തു. പിന്നെ ഇത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ടൊക്കെ കിട്ടും. ഫെവിക്കോൾ വേറെ എന്തെങ്കിലും ഇങ്ങാണെങ്കിൽ നമുക്ക് കുറേ സമയം എടുക്കുമല്ലോ ഒന്ന് ഡ്രൈ ഒക്കെ ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ഇത് പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയിലേക്കാണ് പോയത്. ഫസ്റ്റ് തന്നെ ആ ഒരു മൂടി ഉണ്ടായിരുന്നല്ലോ, നമ്മൾ താഴെയായിട്ട് ഒട്ടിച്ചിട്ടില്ല, അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ യെല്ലോ കളറാണ്, ഞാൻ യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അടിയിൽ ഞാൻ ഇതേപോലെ യെല്ലോ കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്യുന്നില്ല, അതായത് ആ ഒരു ബൾബിൻ്റെ ഹാഫ് ഭാഗം വരെ, അതായത് ബൾബില്ലേ ആ ഒരു ബൾബിൻ്റെ ആ ഒരു ഹാഫ് ഭാഗം വരെ, ഏത് ഭാഗം വരെയാണെന്നുള്ളത് കാര്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ മനസ്സിലാവും. ആ ഒരു ഭാഗം വരെ നമ്മൾ ഫുള്ളായിട്ട് യെല്ലോ കളർ ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മുഴുവനായിട്ട്, അതായത് ഫെവിക്കോളിൻ്റെ ആ ഒരു ബോട്ടിൽ വരെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഗ്രീൻ കളറാണ്. ഞാൻ എടുത്തിട്ടുള്ളത് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനാണ്. എനിക്ക് തോന്നുന്നു ഇതിലും കുറച്ചും കൂടെ നല്ലത് ഗ്രീനിന് പകരം ബ്ലാക്ക് എടുത്താൽ നല്ലൊരു ഫിനിഷിംഗ് ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ എടുത്തിട്ടുള്ളത് എന്തായാലും ഗ്രീൻ ആയിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതിലും കൂടുതൽ നല്ലത് ബ്ലാക്ക് ആയിരുന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അടുത്ത് ബ്ലാക്ക് പെയിൻറ്റ് അത് കുറച്ചേ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്താൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാൻ ഉണ്ടാവില്ല. പിന്നെ ഇത് നമ്മൾ ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒട്ടും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ബ്ലാക്ക് കളറിൽ ഞാൻ എൻ്റെ അടുത്ത് പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ബ്ലാക്ക് കളറിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇതൊരിക്കലും നടക്കില്ല, കാരണം ഇത് പ്ലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പെയിൻറ്റ് സ്പ്രെഡ് ആവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു വെള്ളമൊക്കെ ചേർത്തിട്ട് ചെയ്താൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രീൻ കളർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഫുള്ള് പെയിൻറ്റിനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഇനി കുറച്ചധികം സമയം ഇത് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. ഞാൻ ആ ഒരു മഞ്ഞ പെയിൻറ്റ് ഞാൻ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചധികം സമയം ഡ്രൈ ആവാൻ വേണ്ടി വെച്ചാൽ നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷമാണ് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു യെല്ലോ കളർ നമ്മൾ ജസ്റ്റ് അതിനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പിടിക്കുന്ന ടൈമിൽ ആ ഒരു പെയിൻറ്റ് ഇളകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷമാണ് ഗ്രീൻ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗ്രീൻ കളർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചു. നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം ഞാൻ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഞാൻ എൻ്റെ ചുരിദാറിലുണ്ടായിരുന്ന കുറച്ച് സീക്വൻസ് എന്ന ലേസ്, ഈ ഒരു ലേസൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഞാനത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു അതിൻ്റെ മേലത്തെ ആ ഒരു ഫെവിക്കോളിൻ്റെ ബോട്ടിൽ വെച്ച് ആ ഒരു രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് ഇതേപോലെ ലേസ് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്.
അപ്പം നമ്മൾ ഈ ലേസ് ഒട്ടിക്കുന്നത് 2 ഭാഗത്തായിട്ടാണ്. അതായത് ഫെവിക്കോളിൻ്റെ ആ ഒരു ബോട്ടിലുണ്ടല്ലോ അതിൻ്റെ മേലത്തെ ആ ഒരു ഭാഗത്തും അതേപോലെ തന്നെ അതിൻ്റെ അടിവശത്തും അവിടെ ആ ഒരു 2 ഭാഗത്തായിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. കാരണം അതിൻ്റെ അടിവശത്ത് ചെറിയ രീതിയിൽ മനസ്സിലാവുന്നുണ്ടല്ലോ അവിടെ എന്തോ ഒരു ജോയിൻ്റ് ഉള്ളതുപോലെ. അപ്പോൾ അത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുകളിലും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് അളവൊക്കെ നോക്കിയിട്ട് 2 പീസ് ലേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേപോലെ അതിൻ്റെ 2 ഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ലേസിൽ ഇതേപോലെ ഗ്ലൂ ഗൺ ആക്കി കൊടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ ഒരറ്റത്ത് കൂടെ വീണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. അല്ലാണ്ട് മുഴുവനായിട്ട് ഒട്ടിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ ആ ഒരു എക്സ്ട്രാ വന്ന ആ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ ഇതൊക്കെ വലിച്ചു കളഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ ഒരു ഫ്ലവർ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മോൻ അത് പിടിച്ച് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവർ ബേസ് ഒക്കെ റെഡി ആക്കിയതില്ലേ, ഇതിൽ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നേരെ പോയിട്ട് പറമ്പിൽ ഉണ്ടായിരുന്ന ഈ ഒരു ഫ്ലവറൊക്കെ പറിച്ചുകൊണ്ടത് നല്ല ഭംഗിയില്ലേ കാണാൻ. ഫ്ലവർ ബേസ് ആർട്ടിഫിഷ്യലായ എന്താ ഫ്ലവർ ഒറിജിനൽ അല്ല ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഭംഗിയുള്ള ഫ്ലവർ കൂടെ വെച്ച് കൊടുത്തപ്പോൾ നമ്മൾ ഫ്ലവർ ബേസ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടേബിൾ ഡെക്കോറായിട്ടും ഹോം ഡെക്കോറായിട്ടും എങ്ങനെ വേണമെങ്കിലും പറയാം. നമ്മൾ വെറുതെ കളയുന്ന ഒരു പഴയ ബൾബും അതേപോലെ തന്നെ ഫെവിക്കോളിൻ്റെ ബോട്ടിലൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ഈ 2 ഐറ്റം നിങ്ങൾ ഇതേപോലെ വീട്ടിൽ കളയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എടുത്ത് വന്നിട്ട് ഈ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എന്തായാലും അടിപൊളിയായിരിക്കും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഫാമിലിയിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ അത്രയും നമ്മുടെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.